ഹലോ, ഞങ്ങളൊരു ടെമ്പിളിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഇത് റെക്കോർഡ് ചെയ്യാൻ പാടാത്തതാണ്, പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. സ്റ്റാർട്ടിങ് ഞങ്ങളൊരു ആറേക്കാരനാണ് ഞങ്ങൾ കരൂരിൽ നിന്ന് അതേക്കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു ഈ റോഡാണ് ടെമ്പിൾ ഉള്ളത്. ഒരു 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് എങ്ങനെ പറയണം, എന്ത് പറയണം എന്നൊക്കെ ഞങ്ങൾക്കൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ കുറേ സൈലൻ്റായിട്ട് കുറേ വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കി. അതൊന്നും ശരിയായിട്ടില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര മൂകതയാണുള്ള ഒരു എനർജി ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് സ്റ്റാർട്ട് ചെയ്തിട്ടത്. അപ്പോൾ ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് കേൾക്കാം. ഇതാണ് കേട്ടോ കുറേ ഇങ്ങനെ വീഡിയോസ് എടുത്ത് വെറുതെ ഇരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ തുടങ്ങിയത് വീഡിയോസ് പറയാനായിട്ട്. ഒരു മൂകത ആണല്ലോ, മൂകത. വെറുതെ ഇരുന്ന് കുറേ വീഡിയോസ് എടുത്തു സ്റ്റാർട്ട് ചെയ്തു. ഒരു എനർജി ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴത്തെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് എൻ്റെ അവസ്ഥ. ഫോൺ കൈപോയി അതിന് കുറേ ആൾ ചിരിച്ച്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. ഭവാനി ശങ്കര ടെമ്പിൾ അല്ലേ, സംഗമേശ്വര ടെമ്പിൾ. അതുള്ളത് ഈ റോഡാണ്. വഴിയൊക്കെ നെറ്റിൽ നോക്കി ചോദിച്ചിറങ്ങിയിട്ടൊക്കെ പോകണം. അതാ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. വിത്ത് ഫാമിലിയാണ്. ഞാന്, വൈഫ്, പിറകിലുള്ള കാണിച്ചെടുക്കുക, അച്ഛൻ, അമ്മ, പിന്നെ തേജു. കുഞ്ചൂസ് ഉറക്കാണല്ലേ? കുഞ്ചൂസ് നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഞങ്ങള് എത്ര മണിക്ക് ഇറങ്ങിയ? നമ്മളൊരു 6 മണി 6:30 അങ്ങനെ 6:30 സമയമാകുമ്പോ ഇറങ്ങിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഫുള്ള് ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. മാരത്തോൺ നടക്കുന്നുണ്ട് നമ്മളവിടെ അരക്കുറിച്ചിയിൽ. അപ്പൊ വേറെ ഏതൊക്കെയോ വഴിയിലൂടെയൊക്കെയാ പോയേക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഭവാനി ശങ്കമേശ്വര ടെമ്പിൾ പോവാണ്. അവിടെ ഒരു 3 നദികൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലത്താണ് അമ്പലം പണിത് വെച്ചേക്കുന്നത്. നമ്മുടെ ഡിസ്ട്രിക്റ്റ് അല്ല, വേറെ ഡിസ്ട്രിക്റ്റാണ് ഈ റോഡ്. അപ്പൊ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്? 100 കിലോമീറ്റർ അടുത്തുണ്ടാവും. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങളൊരു ഒഴിഞ്ഞ സ്ഥലമൊക്കെ നോക്കി അവിടെ നിർത്തി. അവിടെ സൺറൈസ് ഒക്കെ ഉണ്ടായിരുന്നു, കാണാൻ രസം ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ മോഡ് ശരിയല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് കുറച്ച് ബ്ലഡറായിട്ടൊക്കെയാണ് കണ്ടത്. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. മോൻ്റെ, അച്ഛൻ്റെ, അച്ഛമ്മേൻ്റെ പിന്നെ കുറേ ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ച സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ ഒറ്റ കൈ വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവർ കൈ കഴുകുന്ന ടൈമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഇടത്ത് കൊണ്ട് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഉപ്മാവായിരുന്നു. ഉപ്മാവും 2 ഫ്ലാസ്കിൽ ചായക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്മാവും ചായയൊക്കെ കഴിച്ചു. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളങ്ങനെ എത്ര മണി ഇപ്പൊ? സമയം 7:15 കഴിഞ്ഞിട്ടുള്ളൂ. സമയം 7:15 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നു. സൈഡിലെ വണ്ടി നിർത്തി വീട്ടിൽ ഉപ്പുമാവ് പിന്നെ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ബ്രെഡ് ഓംപ്ലേറ്റ് അമ്പലത്തിൽ പോയതിനു ശേഷം കഴിക്കാനാണ്. ഇപ്പൊ ഉപ്പുമാവും ചായയും കുടിച്ച് ഞങ്ങളെല്ലാവരും കയറും. പക്ഷെ ആ വീഡിയോ അങ്ങനെ അധികം എടുക്കാൻ പറ്റില്ല, കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഫുഡ് കഴിക്കുന്നത് തിരക്കില്ല. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് തേജു എനർജി വെച്ചു. എല്ലാവർക്കും എനർജി കൂടിയുണ്ട്. ആ എനർജി കൂടി തന്നെയാണ് ഇപ്പൊ വന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കടന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ കടന്ന് ലെഫ്റ്റ് സൈഡിൽ തന്നെയുള്ളൊരു എന്താ വിഘ്നേശ്വരൻ്റെ എന്തോ ഒരു പ്രതിഷ്ഠയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ എന്തൊക്കെയോ ഇങ്ങനെ കെട്ടിയിടലോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ തൊഴുത്. തേജു ഭയങ്കര ആക്റ്റീവാണ്. എന്താ പറയുക, അവന് നടക്കാൻ കുറേ സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അവന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
കുറച്ച് നടന്നിട്ട് പിന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ അവൻ നടന്ന് നമ്മുടെ അവിടെ പോലെ അല്ലല്ലോ, പിന്നെ എല്ലായിടത്തും ഈ ജീൻസും എങ്ങനെ വേണമെങ്കിൽ ഡ്രസ്സ് ചെയ്യാം, എന്ത് ഡ്രസ്സ് വേണമെങ്കിൽ ഇടാം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് എന്താ പറയുക, കുറേ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ, കുറേ പ്രതിഷ്ഠ. അതിൻ്റെ ഇടയിൽ കൂടെ മുകളിൽ ഇങ്ങനെ എന്തൊക്കെയോ പ്രാണികൾ ചെറിയ ചെറിയ ഈ തേനീച്ച അങ്ങനെ എന്തൊക്കെയോ പോലെ ഇങ്ങനെ വട്ടമിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഇനി നമ്മുടെ മേത്തിക്ക് എങ്ങാനും വരുമെന്ന്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അത് മുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇത് പുറത്തു കൂടെ റൗണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. കുറേ സ്ഥലത്ത് ഇങ്ങനെ കുറേ പ്രതിഷ്ഠകളുണ്ട്. പിന്നെ അത് ഫുള്ള് തമിഴായതുകൊണ്ട് നമുക്കൊന്നും വായിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് കാവേരി നദി, പിന്നെ വേറെ 3 നദികൾ, കാവേരിയും വേറെ 2 നദികളും കൂടി 3 നദികൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലത്താണെന്നാണ് പറയുന്നത്. കാവേരി നദിയുടെ തീരത്താണ് ഈ ഒരു ടെമ്പിള്, ശിവക്ഷേത്രം വെച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെന്താ, അവിടെ കുറേ പരിഹാര പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള പ്രതിഷ്ഠേൻ്റെ അപ്പുറത്തുള്ള ഒരു ടെമ്പിളായിരുന്നു. അവിടെ പോയി അവിടെ തൊഴുത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ പറഞ്ഞ പോലെ പശുവിനെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ശിവൻ്റെ ടെമ്പിളായതുകൊണ്ട് തന്നെ. അപ്പോൾ പശുവിനൊക്കെ എന്താ പറയുക, തേജുവിന് കൊടുക്കാനായിട്ട് അതിന് എന്തൊക്കെ ഇലയൊക്കെ പറിച്ച് ചേട്ടൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വീണ്ടും ഞങ്ങൾ വേറെ പുറത്തു കൂടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ശിവൻ്റെ പ്രതിഷ്ഠിരിക്കുന്ന സ്ഥലം. അവിടെ കയറി തൊഴുതു. അവിടെ കുറച്ച് ലൈനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ലൈനൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോ ആണിത്. അവിടെ കുറേ സ്റ്റാർട്ടിങ് തന്നെ വരുന്ന കയറുമ്പോഴേ തന്നെ കുറേ ആൾക്കാർ, പൂജാരിമാർ പരിഹാര പൂജ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കുറേ പേരാണ് നടക്കുന്നുണ്ട്. ആ പച്ച കണ്ടില്ലേ, അതുപോലെ തന്നെ കുറേ വെള്ള, ചുവപ്പ്, അങ്ങനെ കുറേ വസ്ത്രങ്ങൾ ഇട്ടിട്ട് കുറേ പേരാണ്. അങ്ങനെ നമ്മളെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഇല്ല കുഞ്ചു, ഹായ്. നമ്മൾ വിചാരിച്ചേക്കാണ് വലിയൊരു അമ്പലം കേട്ടോ, ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു, ഒരുപാട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ ഫേമസ് അമ്പലം ഇവിടെയുള്ള കാര്യം തന്നെ ഇതുവരെ ഫസ്റ്റ് ടൈം അറിയുന്നത് തന്നെ. എന്തായാലും വന്നത് നല്ല കാര്യമായി, പുതിയ ഒരു അമ്പലം കൂടി കാണാനായി. തേജൂട്ട ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അമ്പലമൊക്കെ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ മേട്ടൂർ ഡാമിലേക്ക്, നെക്സ്റ്റ് മേട്ടൂർ ഡാം പോകാമെന്നായിരുന്നു വിചാരിച്ചത്. അവിടെ നിന്ന് മേട്ടൂർ ഡാമിലേക്ക് കുറച്ച് 50 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ, വെയിലത്ത്. പിന്നെ മേട്ടൂർ ഡാമിൽ പറഞ്ഞ പോലെ ഫിഷ് കിട്ടുന്ന സ്ഥലമാണ്, തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഫിഷ് കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഫ്രൈ ചെയ്തിട്ടൊക്കെ കുറേ ഫിഷ് കിട്ടും. ടേസ്റ്റ് ആണെന്നാണ്, പക്ഷെ നമ്മുടെ അവിടെ കിട്ടുന്ന ടേസ്റ്റ് അല്ല, അവിടെ വെച്ചിട്ട് കിട്ടുന്ന ടേസ്റ്റാണ്. അങ്ങനെ ചേട്ടനൊക്കെ ഇടിച്ച് കഴിച്ചു, പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല, ഞാൻ കഴിച്ച് നോക്കിയില്ല. ഇഷ്ടമായില്ല എന്നല്ല, എനിക്ക് വലിയ തൃപ്തിയായില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ മേട്ടൂർ ഡാമിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തേജൊക്കെ ഉറങ്ങി. എനിക്ക് ഉറക്കമൊക്കെ വന്നത്, പക്ഷെ ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. മേട്ടൂർ ഡാമിലെത്തുമ്പോൾ ഞാൻ ഉറങ്ങിയില്ല. മേട്ടൂർ ഡാമൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. അങ്ങനെ നമുക്ക് മേട്ടൂർ ഡാമിലേക്ക് പോകാം. അങ്ങനെ നമ്മളിത് അവിടുന്ന് ഭവാനി അങ്ങനെ നമ്മൾ ഭവാനി ശങ്കമേശ്വര ടെമ്പിളിൽ നിന്ന് അടുത്ത ലൊക്കേഷനായ മേട്ടൂർ ഡാമിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്, പക്ഷെ എന്നാലും ഒരാൾക്കാർ ഒരു കുട പോലും ചൂടേണ്ടേ നടക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കുട ചൂടിയിട്ടുള്ള ഒരേ ഒരാൾ, ബാക്കിയുള്ള ഒരാൾ പോലും കുട ചൂടുന്നില്ല. ഇവിടെ ഭയങ്കര വെയിലുമാണ്. നല്ല സ്ഥലം കേട്ടോ, സൂപ്പർ ഏരിയ. ഇവിടെ എൻട്രി ഫീ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്ക് 10 രൂപയും, അതേപോലെ ഓരോരോ ഫോണിനും 10 രൂപ എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നുണ്ട്. തേജോടിന് ആനനെ കണ്ടാലും ആവേശം കൂടി.
നടക്കുന്നത് തേച്ചൂട്ടൻ. തേച്ചൂട്ടാ ആനനെ കണ്ടൊരു ആവശ്യം കൂടിയുണ്ട് കേട്ടോ. തേജു ആനനെ പിടിക്കാൻ പോവാണോ? എന്താ വെയില്! ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും വെയിലൊന്നും ഒരു പുത്തിരിയേ അല്ല. ഇതാണ് മേട്ടൂർ ഡാം. മേട്ടൂർ ഡാം പാലം. ഇതാണ് നമ്മുടെ മേട്ടൂർ ഡാം. അതാ അവിടെ പാർക്ക്. ഇവിടെ എൻട്രൻസ് ഫീ 10 രൂപ, മൊബൈൽ കയറ്റുന്നതിന് ഓരോന്നിന് 10 രൂപ, ക്യാമറയ്ക്ക് 50 രൂപ, പിന്നെ വീഡിയോ ക്യാമറയ്ക്ക് 500 രൂപ. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഫോണിന് മാത്രം ഒരു ഫോൺ എടുത്തു. തമിഴ്നാട്ടിൽ ആരും കൊട പിടിച്ച് നടക്കില്ല. എത്ര വെയിലാണ്, അവർക്ക് ഭയങ്കര പ്രശ്നമല്ല അതൊന്നും. നമുക്കങ്ങനെയല്ലല്ലോ. നമുക്ക് ഇത്തിരി വെയിൽ കൊള്ളുന്നതും തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. സ്കിന്ന് നോക്കില്ല, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവർ നമ്മളൊരു അത്ഭുത ജീവിനെ പോലെയായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല. ഞങ്ങൾ കുട പിടിച്ച് തന്നെ നടന്ന്. എന്താ ചെയ്യാനാ, നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടെക്സ് വാലിയിലെത്തി. ഇതാണ് ടെക്സ് വാലി. അതിൻ്റെ അപ്പുറത്തൊരു സംഭവമുണ്ട്, ഫിഷിൻ്റെ ഒരു അക്വേറിയം ഒക്കെ സെറ്റാക്കിയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടെക്സ് വാലിയിലാണ് പോയത്. അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഷോ കാണിച്ച് ഞങ്ങളങ്ങനെ കയറിക്കഴിഞ്ഞ് അപ്പം തന്നെ അവിടേക്ക് എത്തിയപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞത് അതാണ്, അശ്വതി എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് എല്ലാം കഴിക്കാം. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പി നടന്നു. അവിടെ ഒരു ബിരിയാണി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അത് പേര് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങളത് തപ്പി നടന്നു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ് ഗൈസ്. അങ്ങനെ നടന്ന് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ നിന്നൊരു ബിരിയാണി ഓർഡർ ചെയ്തു. ഒന്ന് ചില്ലി ചിക്കൻ ബിരിയാണിയും ഒന്ന് ചിക്കൻ ബിരിയാണിയും. എന്നാലും വിശപ്പടക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത് തരാനായിട്ട്. അങ്ങനെ അച്ഛൻ പറഞ്ഞു, എൻ്റെ ചേച്ചി വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചീൻ്റെ വീഡിയോ കോൾ കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ അവരെ കാണിച്ചിട്ട് കൊതി കിട്ടുമെന്ന്. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാറുണ്ടായിരുന്നു. അപ്പോൾ അവനത് കാറ് തേജുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാറിൽ കയറിയിരുന്നു. കാറിൽ കയറിയിട്ട് തന്നെ ഇറങ്ങുന്നില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു 50 രൂപയുള്ളൂ കേട്ടോ. മറ്റിടത്തൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ 100 രൂപയാണ് പറഞ്ഞത്. ഇത് 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൻ കയറിയിരുന്ന് കുറേ നേരം അത് ഓടിച്ചു കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങണമെന്നില്ല. എന്നാലും അവനെ പിടിച്ച് വലിച്ച് ഇറക്കി കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ട്രെയിൻ മറ്റേ സൈഡിൽ എടുപ്പണില്ലേ, ആ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അവിടെ ഇങ്ങനെ കറങ്ങി നടന്നു. അതൊക്കെ കഴിഞ്ഞ് ട്രെയിനിൽ കയറാമെന്ന് പറഞ്ഞു. ട്രെയിനിൽ അച്ചമ്മയും മോനും കൂടി കയറ്റിയിരുത്തി. ടാറ്റയൊക്കെ പറഞ്ഞു. അങ്ങനെ ട്രെയിൻ അങ്ങനെ പോയി. ഞങ്ങൾ ടാറ്റ കൊടുത്തങ്ങനെ പറഞ്ഞു കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കറങ്ങി ട്രെയിൻ പിന്നാലെ പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നിൽക്കണ്ടേന്ന് വെച്ചിട്ട് ഞങ്ങളൊരു ഐസ്ക്രീം ഇതിന്
കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഡാൻസും പാട്ടൊക്കെ പിന്നെ കുറേ കുട്ടികളുടെ വലിയവരുടെ കഴിഞ്ഞ കുട്ടികളുടെ പാട്ട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഒരു കുട്ടി നന്നായി ഡാൻസ് കളിക്കുന്നു. ഞാൻ ആ കുട്ടീനെ മാത്രമായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായ കുട്ടി ഡാൻസ് കളിക്കുന്നത്, നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിഞ്ഞൂടാ ഏതാ കുട്ടീന്ന്. മനസ്സിലായത് ഡ്രസ്സിൻ്റെ കളറെന്ന് പറയാനേ. പിന്നെ എന്താ ഞാൻ ആ കുട്ടികൾ മാത്രമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് കളിച്ചത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കുട്ടിയുടെ ഡാൻസ്. പിന്നെ തേജുവിന് ആ സമയത്ത് അവർ മറ്റേ ട്രെയിനിൽ കൊണ്ടിരുത്തിയൊക്കെയായിരുന്നു. അപ്പോൾ അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നപ്പോഴേക്കും കുട്ടികളുടെ ഡാൻസ് കൊണ്ട് കഴിഞ്ഞു. എന്താ പറയുക, ഒരു ചേട്ടനവിടെ എല്ലാവരും കണ്ടിങ്ങനെ പകച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ അവന് ഇഷ്ടപ്പെട്ട പാട്ടല്ലേ ഇഷ്ടപ്പെട്ട ആ കഴിഞ്ഞ വെറുതെ കഴിയാനാണ് ഇഷ്ടമായതുകൊണ്ടാണ് അവിടെ എത്തി ആനന്ദ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പാട്ടും കാണുന്ന കഴിഞ്ഞപ്പോൾ ഞാൻ എൻട്രൻസ് ഫീ 10 രൂപ. അങ്ങനെ എൻട്രൻസ് ഫീ ഒക്കെ എടുത്ത് ഞങ്ങൾ അതിലേക്ക് കയറുകയാണ്. തേജ് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി നടക്കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ വയ്യാണ്ടായി, നടന്ന് വയ്യാണ്ടായി. തേജ് ഇൻട്രസ്റ്റോട് കൂടി ടാക്സിയിൽ കയറി പോകുന്നു. കുഞ്ഞു കുഞ്ഞേ മൂളിക്കുടക്ക്
അറിവിൽ അതന്നെ സൺഡേ അതുകൊണ്ട് പിന്നെ ചേട്ടൻ ആശിച്ച് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നു. അവരുടെ വീഡിയോസൊക്കെ എടുത്ത് ഓടിപ്പോന്ന മീനാത്. ഇത് ഫോട്ടാണ്. വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാറായിരുന്നു. വീഡിയോസ് എടുത്ത് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തു. ഞാനിതിൽ ഇതെടുത്ത് എഡിറ്റ് ചെയ്ത് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോസ് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. എന്താ പറയുക, എപ്പോഴേക്കും എത്തി. ഒരു 8 മണി 8:30 ആയപ്പോൾ വീട്ടിലെത്തി. അങ്ങനെ വേഗം അങ്ങോട്ട് അങ്ങോട്ട് ഉറങ്ങിയപ്പോഴേക്കും തലവേദന, നല്ല അടിപൊളിയായിട്ട് തലവേദന ഉണ്ടായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ടാ. അങ്ങനെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഔട്ട് കംപ്ലീറ്റ്.